दर पे तेरे आके मैं खड़ा सिर झुका के, दर पे तेरे आके मैं खड़ा सिर झुका के, कर दे करम अपना धर्म मैं निभाऊं, ओ रहनुमा मेरी दुआ है इल्तिजा, सुन ले जरा, सुन ले जरा, सुन ले जरा, सुन ले जरा मेरी നിഴലിന്റെ നൊമ്പരങ്ങൾ എന്ന ചെറുകഥയാണ് ആൻസി തോമസിന് 3ാം സ്ഥാനം നേടിക്കൊടുത്തത്. കവിതാ രചന മത്സരത്തിൽ 2ാം സ്ഥാനം 2 പേർക്കാണ്. ന്യൂയോർക്കിൽ നിന്നുള്ള മോൻസി കൊടുമണ്ണിനും ഫിലഡൽഫിയയിൽ നിന്നുള്ള ആൻസി തോമസിനും. പീഡനഭൂമി എന്ന കവിതയാണ് മിസ്റ്റർ മോൻസി കൊടുമണ്ണിന് അവാർഡിന് അർഹനാക്കിയത്. ഇന്റർനെറ്റ് പ്രണയം എന്ന കവിതയാണ് ശ്രീ ആൻസി തോമസിന് അവാർഡ് ലഭിച്ചത്. 3ാം സ്ഥാനം വെർജീനിയയിൽ നിന്നുള്ള ഗീതാ രാജനാണ് ലഭിച്ചത്. ക്യാൻവാസ് എന്ന കവിതയ്ക്കാണ് ശ്രീ ഗീതാ രാജന് അവാർഡ് ലഭിച്ചത്. പ്രമുഖ തിരക്കഥാകൃത്ത് ജോൺ പോൾ, തിരക്കഥാകൃത്തും സംവിധായകനുമായ PF മാത്യൂസ്, മുതിർന്ന പത്രപ്രവർത്തകരും എഴുത്തുകാരനുമായ ജക്കോബി എന്നിവരടങ്ങിയ ജൂറിയാണ് വിജയികളെ തിരഞ്ഞെടുത്തത്. അവാർഡ് ദാനത്തിനായി മലയാള മനോരമ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ശ്രീ സുജിത് നായരിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജയ് ഹിന്ദ് വാർത്ത ചീഫ് എഡിറ്റർ ജിൻസ് മൊൻസഫറിയ, പ്രതിനിധികളായ ജോൺ പോൾ, ജോൺ കെ ജോർജ്, ജോസ് വി ജോർജ്, Elias Marcos and Anil Matthew എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് ലഭിച്ച ഡോക്ടർ നന്ദകുമാറിനെയും ശ്രീ രാജു ചിരമണ്ണനെയും ശ്രീ മോൻസി കൊടുമണ്ണിനെയും അവാർഡ് സ്വീകരിക്കാനായി ക്ഷണിക്കുന്നു. ബഹുമാന്യരായ മാധ്യമപ്രവർത്തകരെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രവാസ ലോകത്ത് മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 13-14 വർഷത്തോളമാകുന്നു. ദീപിക പത്രത്തിൻ്റെ യൂറോപ്പ് എഡിഷനിലൂടെയാണ് ഞാൻ പ്രവാസ ലോകത്ത് മാധ്യമ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഞാനിപ്പോൾ അമേരിക്കയിൽ വന്നിട്ട് 9 വർഷം കഴിഞ്ഞു. ഞാൻ ആദ്യമായി പബ്ലിഷ് ചെയ്ത അക്ഷരം മാഗസിൻ, അത് 3 എഡിഷനായാണ് തുടങ്ങിയത്. US എഡിഷൻ, യൂറോപ്പ് എഡിഷൻ ആൻഡ് മിഡിൽ ഈസ്റ്റ് എഡിഷൻ. മിഡിൽ ഈസ്റ്റ് എഡിഷൻ വളരെ പെട്ടെന്ന് തന്നെ നിന്നു. യൂറോപ്പ് എഡിഷൻ ഒരു 4 വർഷം പോയി, പക്ഷേ അത് വിജയകരമായിരുന്നു. അക്ഷരം മാഗസിൻ്റെ US എഡിഷൻ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ജയ്പിള്ള ഇവിടെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യത്തിലാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ജയ്പിള്ള വളരെ വിവാദ പുരുഷനാണ്, വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് ഏറ്റവും താല്പര്യം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നവരെ എൻ്റെ കൂടെ കൊണ്ടുപോകാനാണ്. കാരണം ഞാനും വളരെയേറെ വിമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. കാരണം വിമർശിക്കപ്പെടാത്ത ജീവിതം അർത്ഥശൂന്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഇങ്ങനെ ഒരു കലാസാഹിത്യ മത്സരം നടത്തുമ്പോൾ സാഹിത്യ മത്സരങ്ങൾ അല്ലെങ്കിൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ
അമേരിക്കയിലോ ഈ പ്രവാസ ലോകത്ത് നടത്തുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് ജഡ്ജസിനെ തന്നെ നാട്ടിൽ നിന്നും കണ്ടെത്തേണ്ടിയുണ്ട്. ഇവിടെ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ഇവിടെ മത്സരം നടത്തുന്ന ഇവിടെ നിന്ന് മത്സരാർത്ഥികൾ ഏകദേശം 60ഓളം ആൾക്കാർ ഈ മത്സരത്തിൽ പങ്കെടുത്തു. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഇവൻ യൂറോപ്പിൽ നിന്ന് പോലും ഇതിന് എൻട്രി അയച്ചു. കാരണം ഓൺലൈനിൽ ഞങ്ങളത് പബ്ലിഷ് ചെയ്തിരുന്നത്. ഈ മത്സരങ്ങളിൽ പങ്കെടുത്തവരുടെ റിലേറ്റീവ്സോ അവരുടെ പല ബന്ധങ്ങളുമുള്ള ആരെങ്കിലുമോ ആയിരിക്കാം ഇവിടെ ജഡ്ജസായിട്ട് വരാൻ സാധ്യതയുള്ളത്. ആ ഒരു വിമർശനം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നാട്ടിൽ നിന്നുള്ള ജഡ്ജസിനെ തിരഞ്ഞെടുത്തത്. എന്തായാലും നമ്മുടെ ഒരു വലിയ മലയാളി സമൂഹത്തിൻ്റെ സംസ്കാരമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും മത്സരങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിന് അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള റിസ്ക് പിടിച്ച പണികളിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു മത്സരം നടത്തി. അതുപോലെ തന്നെ ഞാൻ ഡയറക്ടറായ ജയ്ഹിന്ദ് TV USA ഒരു ഡയറക്ടറാണ്. ഇവിടെ മറ്റ് പ്രമുഖമായ 2 ചാനലുകൾ നേരത്തെ ഉണ്ടായിരുന്നു. 4 വർഷം മുമ്പാണ് ജയ്ഹിന്ദ് TV അമേരിക്കയിൽ 4.5 വർഷമായി പ്രക്ഷേപണം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഇവിടുത്തെ സംഗീത വാസനയുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിനായിട്ട് ഒരു സംഗീത മത്സരം, അത് അമേരിക്കയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 സോണുകളായിട്ട് തിരിച്ച് 60ഓളം കുട്ടികളെ ഞങ്ങൾ തിരഞ്ഞെടുത്ത് അമേരിക്കയുടെ 4 ഭാഗങ്ങൾ, ചിക്കാഗോയിലും ടെക്സസിലും ന്യൂയോർക്കിലും വാഷിങ്ടണിലും വെച്ച് ഞങ്ങൾ ഓഡീഷൻ നടത്തി ഒരു സ്റ്റാർ സിംഗർ USA ജൂനിയർ, ജയ്ഹിന്ദ് TV സ്റ്റാർ സിംഗർ USA ജൂനിയർ $250,000 ചെലവ് വന്ന ഒരു പ്രോഗ്രാമായിരുന്നു അത്. ഇത്രയേറെ റിസ്ക് പിടിച്ച് വളരെ ആവേശപൂർവ്വം സ്വഭാവം കൊണ്ട് ചാടി പുറപ്പെട്ട് അവസാനം അതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടു. ജൂനിയറായ പിള്ളേര് സീനിയർ ആകുന്നതിന് മുമ്പെങ്കിൽ അവസാനിപ്പിക്കണമെന്നുള്ള ഒരു മർക്കട മുഷ്ടിയോടുകൂടി തന്നെ ആ പ്രോഗ്രാം വളരെ വിജയകരമായി ഗ്രാൻഡ് ഫിനാലെയോടുകൂടി ഇവിടെ അവസാനിപ്പിച്ചു 1.5 വർഷം. ഇതിൻ്റെ ഏറ്റവും സന്തോഷകരമായ കാര്യം, ഞങ്ങളുടെ ഇവിടെ 3ാം തലമുറയും 4ാം തലമുറയും മലയാളികൾ എത്തപ്പെട്ടു. ആ എത്തപ്പെട്ട കുട്ടികൾ മലയാളം സംസാരിക്കാത്ത, സംസ്കാരം എന്ന് വെച്ച് നമ്മുടെ മലയാളത്തിൻ്റെ ആ തനിമയൊന്നും ഉൾക്കൊള്ളാത്ത ഒരു വലിയ സമൂഹമുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്, മറ്റുള്ള സമൂഹങ്ങളെ പോലെയല്ല. അങ്ങനെയുള്ള കുട്ടികൾ 1.25 വർഷം കഴിഞ്ഞ് അവര് മലയാളത്തിൽ സംസാരിക്കുവാനും നല്ല മലയാള ഭാഷയിൽ പാട്ടുപാടുവാനും ഒക്കെ ശ്രമിച്ചത്, അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തന്ന കാര്യമാണ്. ജയ്ഹിന്ദിനേക്കാളും പ്രമുഖമായ 1-2 ചാനലുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കും ഇത് പരീക്ഷിക്കാമായിരുന്നു, പക്ഷെ അവരത് പരീക്ഷിച്ചില്ല. പക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുകയും ഇങ്ങനെയുള്ള ചാനലുകൾക്ക് പ്രചോദനമേകുകയും നാട്ടിൽ നിന്ന് ചാനലുകളുടെയും പത്രങ്ങളുടെയും ഒക്കെ നയിക്കുന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഈ ഒരു സമൂഹത്തിന് ഇതൊക്കെ ആവശ്യമുണ്ടെന്നും ഇതൊക്കെ ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാം എന്നുള്ള ഒരു ഉത്സാഹത്തോടു കൂടി ഇനി നമ്മുടെ സമൂഹത്തിന് ഒത്തിരിയേറെ കാര്യങ്ങൾ അവർക്കും ചെയ്തു തരാൻ കഴിയും. അതാണ് ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിന്റെ ഒരു തുടക്കത്തിന് തന്നെ കാരണമായ ഒരു കാര്യം. ഞാനിനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ മത്സരത്തിൽ സമ്മാനം നേടിയ ആൾക്കാരുടെ പേരുകൾ ഇവിടെ അനൗൺസ് ചെയ്തു. അതിൽ കവിത മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ ഡോക്ടർ നന്ദകുമാർ ചാണയിൽ, അദ്ദേഹം ഇവിടെയുണ്ട്. പക്ഷെ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് മത്സരത്തിൽ ജയിച്ചത്. അവർക്ക് 2-3 പേർക്ക് ഇവിടെ എത്തപ്പെടാൻ സാധിച്ചില്ല. ഈ സമ്മാനത്തിന് അർഹരായ എല്ലാവർക്കും ജയ്ഹിന്ദ് വാർത്തയുടെ പേരിൽ എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുന്നു. നിങ്ങളുടെ കലാസബരിയ ഇനിയും തുടർന്നു കൊണ്ടുപോകണമെന്ന് വിളിക്കുന്നു. ഞങ്ങളാൽ കഴിയുന്ന സപ്പോർട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. So now it's giving the certificates. Dr. Nandakumar Charial, Channel for first prize in poetry writing competition.
I would like to invite Dr. Nandakumar to say a few words for us. വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തികൾക്ക് ആദ്യമായി എൻ്റെ നമസ്കാരം. ഇവിടെയുള്ള എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള സതുദ്ദേശത്തോടെ ജയഹിന്ദ് വാർത്ത തുടങ്ങിവെച്ച ഈ സംരംഭം ശ്ലാഘനീയം തന്നെ. ജയഹിന്ദ് വാർത്ത ഇനിയും ഇങ്ങനെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസവും എനിക്കുണ്ട്. ഈ വൈകിയ വേളയിൽ ഒരു പ്രസംഗത്തിന് മുതിരുന്നത് അധിക പ്രസംഗമാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനതിന് മുതിരുന്നില്ല. ജയഹിന്ദ് വാർത്തയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Raju Chiramanu, who won the second prize in story and writing competition conducted in Jai Hind State News. I would like Sujit Nair to hand over the flag. And Jinsmon to hand over the certificate. I would like to ask a few words, please. വളരെ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു അവാർഡാണിത്. കാരണം ഞാൻ നാട്ടിലായിരുന്ന സമയത്താണ് ജിൻസ് എനിക്കൊരു മെസ്സേജ് അയക്കുന്നത്, നിങ്ങളുടെ കഥയ്ക്ക് ഒരു അവാർഡുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ 2011, 12, 13, 14, 15 വർഷത്തിൽ ഈ 2015 ഈ 11 തൊട്ട് ഫോമ, ഫൊക്കാന, വീണ്ടും ഫോമയുടെയൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആ സ്റ്റേജിലൊക്കെ ചെയ്തിട്ട് പലപ്പോഴും നമുക്ക് ഒരു അവഗണന കിട്ടിയ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഇപ്പം നമ്മുടെ കഴിഞ്ഞ ഈ ആഴ്ച അന്തരിച്ച മുട്ടത്ത് സാറിൻ്റെ മകൻ്റെ വൈഫ് അന്നാമുട്ട ഒക്കെ ഉണ്ടായിരുന്ന ഒരു സദസ്സിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അവിടെ എനിക്ക് അനുഭവപ്പെട്ടത് ആര് കാശ് വാരി എറിയുന്നു അവരെ അനുമോദിക്കുന്നു എന്നുള്ളൊരു സന്ദർഭമാണ്. കാരണം നമ്മളെ പൊന്നാട അണിയിക്കുന്നതൊക്കെ എൻ്റെ കൂടെ അന്ന് 3, 4, 5 സ്ഥാനങ്ങളൊക്കെ ഉള്ളവരെ പൊന്നാട അണിയിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് നമ്മളെ ആ സ്റ്റേജിലേക്ക് പോലും കയറാൻ അനുവദിക്കാതെ ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. ചോദിച്ചപ്പം പറഞ്ഞു, ഓ ഇതില്ല, ഈ ക്യാഷ് പ്രൈസ് ഒക്കെ ആർക്കാണെങ്കിൽ മലയാളി മംഗന്മാർക്കുള്ളതാണ് എന്ന് പറഞ്ഞു. ഞാനന്ന് റിയലി ഫോട്ടോ എടുത്ത് വെച്ചില്ല. ഞാൻ ജിൻസ്മോന്റെ അത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല ക്യാഷ് പ്രൈസ് എനിക്ക് കിട്ടുമോ. എനിവേ ഞാൻ പറഞ്ഞത്, പലപ്പോഴും നമ്മൾ അംഗീകാരം ഈ നാട്ടിൽ എന്തിന് കഥ, അന്ന് എന്നെ രതിദേവി ചോദിച്ചു ഒരു കവിത വായിക്കാം. ഞാൻ ഒരു കവിത എൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടുള്ളൂ, സൗരയൂഥത്തിലെ ഭൂമി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കവിത എഴുതാറില്ല, എന്തിന് കഥയെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. കാരണം എങ്ങനെ കഥ എഴുതുന്നു, എങ്ങനെ കഥ വരുന്നു എന്നൊക്കെ. എങ്ങനെ കഥ വരുന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്നോടിപ്പോൾ ഒരാൾ 1 കിലോ സ്വർണം വെച്ചിട്ട് പറയാം ഒരു കഥ എഴുതാൻ പറഞ്ഞാൽ I can do that. അതൊരു ഇൻസ്റ്റിങ് ആണ്. മാസങ്ങളോളം വർഷങ്ങളോളം നമ്മുടെ മനസ്സിൽ കിടന്ന ഒരു തീം നമ്മളിൽ ആയിക്കഴിഞ്ഞു കഴിയുമ്പോൾ എഴുതാതിരിക്കാൻ വയ്യാത്തൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ നമ്മൾ എഴുതുക എന്നുള്ളതാണ് എൻ്റെ. കാരണം ഇവർക്കൊക്കെ അറിയാം, യാതൊരു പ്രതിഫലവും കിട്ടാത്ത ഒരു ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഈ മാധ്യമ പ്രവർത്തനം. കാരണം ഞാൻ ഈ IIPC വന്നതിന് ഞാൻ ഫ്രീലാൻസ് റൈറ്ററാണ് കുറച്ചൊക്കെ, പക്ഷെ കഥ എഴുതും എന്നുള്ളതാണ് ഞങ്ങളിവിടെ തുടങ്ങിയത്. അപ്പം ഞങ്ങൾക്ക് യാതൊന്നും കിട്ടാല്ല. ഇപ്പം മലയാളം പത്രങ്ങളൊക്കെ കഥകൾ വരും, പക്ഷെ നമുക്ക് യാതൊന്നും കിട്ടില്ല. 1985 ഞാൻ 5 വർഷം യാതൊന്നും എഴുതിയില്ല. അത് കഴിഞ്ഞാണ് ഞാൻ കഥ എഴുതുന്നത്. അതിനു മുമ്പേ നാട്ടിൽ വെച്ച് കഥ, കുങ്കുമം, മലയാള നാട് എന്നുള്ള മാനസിലൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ എഴുതി. പക്ഷെ നമുക്കിവിടെ എന്നാൽ എന്തിനെഴുതുന്നു എന്ന് ചിലർ ചോദിക്കുമ്പോൾ എഴുതാനിരിക്കാൻ വയ്യ എന്നുള്ള സാഹചര്യത്തിൽ എഴുതുന്നു. ഇപ്പൊ എൻ്റെ ദൈവത്തിന്റെ പൊതിച്ചോറ്
ഞാൻ നാട്ടിലായിരുന്ന സമയത്തൊക്കെ നമ്മുടെ നാടിൻ്റെ, കാരണം ഞാൻ വടക്കേന്ത്യയൊക്കെയാണ് കൂടുതൽ പഠിച്ചതും ഒക്കെ, ആ ഒരു സന്ദർഭത്തിൽ ഞാൻ സജീവടൊക്കെ സംസാരിക്കാനാണ് കാര്യം. പക്ഷെ ഇവിടെ ഇപ്പം നമ്മുടെ ഈ നാടിൻ്റെ ആ ജീവിത ചര്യയാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥയാണ് ദൈവത്തിൻ്റെ ചോർന്നുകൊണ്ട് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പം ഈ കഥയ്ക്ക് ഇവർ അംഗീകരിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അംഗീകാരം എനിക്ക് കിട്ടി. അതിന് വളരെ നന്ദിയുണ്ട്. അവർ തന്നിരിക്കുന്ന ഈ അവാർഡിന് നന്ദിയുണ്ട്. അതിന് വിലയുണ്ട്. അതിന് പൈസയല്ല ഞാൻ പറഞ്ഞത്, അതിന് വിലയുണ്ട്. അതുകൊണ്ട് എല്ലാം നന്ദി. എൻ്റെ ബുക്സിൽ നിന്ന് DC ബുക്സിലുണ്ട്. അത് പ്രസിദ്ധീകരിക്കേണ്ടിയായിരുന്നു. പക്ഷേ DC ബുക്സ് ഇതുവരെ അത് കംപ്ലീറ്റ് ചെയ്തില്ല. അല്ലെങ്കിൽ ഇന്ന് അത് പ്രസിദ്ധീകരിക്കേണ്ടിയായിരുന്നു. അത് സാധിച്ചില്ല. എല്ലാവിധ IFLCക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ജയ് ഹിന്ദ് പത്രത്തിനും TVക്കും എല്ലാം മംഗളങ്ങളും. താങ്ക് യു വെരി മച്ച്. രാജു ചെറുമണി സാർ ഓർപ്പിച്ച ഒരു കാര്യം ഞാൻ മനഃപൂർവ്വം മറന്നുപോയതല്ല. ഞങ്ങൾ ഒരു ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു. പക്ഷേ ചെറുതാണെങ്കിലും ഞങ്ങൾ ആ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. കാരണം 5ാം അക്ഷര മാഗസിൻ്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു അക്ഷര പുരസ്കാരം അത് മത്സരം നടത്തിയിരുന്നു. അതിൽ അക്ഷര പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ കൃഷ്ണകിഷോറാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ $1,001 ആയിരുന്നു അന്ന് മത്സരമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു $1,001 നമ്മൾ 4 പരസ്യം പിടിച്ചാലേ ആ കാശ് കിട്ടുള്ളൂ, അതുകൊണ്ട് കൊടുക്കണ്ട, കൃഷ്ണയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല, കവർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ $1,001 ചെക്ക് തന്നെ കൃഷ്ണയ്ക്ക് കൊടുത്തു. എന്ന് പറഞ്ഞ പോലെ ഈ സംഖ്യ വലുതല്ലെങ്കിലും ഞങ്ങളുടെ അനൗൺസ് ചെയ്ത ഒരു പ്രൈസും നിങ്ങൾക്ക് ഉടനെ ലഭിക്കും. ഇന്ന് അതിൻ്റെ ചെക്ക് എടുക്കാനായിട്ടാണ് ഞാൻ ഇന്ന് 40 മൈൽ വണ്ടി ഓടിച്ചു പോയത്. അവിടെ ചെന്നിട്ട് അത് മറന്നുപോയി തിരിച്ചു പോന്നു. കാരണം ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിന്റെ ഈ തിരക്ക് അത് മാത്രം നമ്മുടെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. ചെക്ക് എടുക്കാൻ അവിടെ പോയിട്ട് അത് തിരിച്ചു വന്നു. മന്ത്രി പോയപ്പോൾ പോലും എനിക്ക് യാത്ര അയക്കാൻ പോലും ഇവിടെ ഉണ്ടാകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ ചെക്ക് ഉടനെ തന്നെ വരും. താങ്ക് യു. That's the first time I got it. Money from writing. Former gave me 500. I would like to invite Monsi Karamanu, who has won 2nd prize in poetry writing competition, to come forward. And I would like to request Sujit Nair to give away the plate. And I would like to request John Paul to hand over the certificate. I would like to invite Monsi for saying few words. സംഭവത്തിലായ സാഹിത്യ സുഹൃത്തുക്കൾ, ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബ് മെമ്പേഴ്സ്, ജയ് ഹിന്ദ് വാർത്ത പ്രതിനിധികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെയധികം കറയറ്റ ഒരു അവാർഡാണ് ഇവിടെ ജയ് ഹിന്ദ് വാർത്ത ഏർപ്പെടുത്തിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം മുഖം നോക്കാതെ കൊടുക്കുന്ന ഒരു അവാർഡായിരിക്കണം, അതെങ്ങനെ വേണമെന്ന് വളരെ കൂലങ്കഷമായി ചിന്തിച്ചപ്പോൾ ജയ് ഹിന്ദ് വാർത്ത എടുത്ത ഒരു പദ്ധതി, ആരാണ് ഇതിന്റെ വിധികർത്താക്കൾ? അമേരിക്കക്കാരാണോ? അല്ല. യൂറോപ്പുകാരാണോ? അല്ല. ആഫ്രിക്കക്കാരാണോ? അല്ല. നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നും പ്രഗത്ഭരും പ്രശസ്തരമായ ഒരു വിധികർത്താക്കളെ കണ്ടുപിടിക്കുകയും മുഖം നോക്കാതെ തന്നെ അവാർഡ് ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുവാൻ അവർ ചെയ്ത ആ പദ്ധതി, അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം മുഖം നോക്കിയ അവാർഡ് എനിക്ക് കിട്ടുന്നില്ല. കാരണം സത്യം എപ്പോഴും തുറന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനകത്ത് ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും നോക്കുന്നില്ല. പലപ്പോഴും പലർക്കും ഒരുപാട് എന്നോട് വിരോധം തോന്നുന്നു. പക്ഷേ എനിക്ക് വളരെയധികം സന്തോഷം ഉള്ളത് ഇവിടെ ഡോക്ടറേറ്റ് ഒക്കെ നേടിയ മലയാള വിദ്വാനും സംസ്കൃതവും ഒക്കെ പഠിച്ച ബഹുമാനപ്പെട്ട നന്ദകുമാർ സാറിനോട് മത്സരിച്ച് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് വരാൻ ഒരു യോഗ്യതയുണ്ട്. അതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ എൻ്റെ പീഡനഭൂമി എന്ന് പറഞ്ഞ ഒരു കവിതയ്ക്കാണ് അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ സുഹൃത്ത് ചോദിച്ചു, ഓ തനിക്ക് പീഡനത്തിനാണ് അവാർഡ് കിട്ടിയത്?
ഞാൻ പറഞ്ഞു സുഹൃത്തെ അതിനല്ല ഞാൻ പറയാൻ സംഭവം. നമ്മുടെ AK സാർ ഒരു സമയത്ത് പറഞ്ഞിരുന്നു, മണ്ണും മലയും പുഴയും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി അവസാനം നമുക്കുണ്ടായിരുന്നത് പെണ്ണ് മാത്രമാണ്. ആ പെണ്ണിനെയും പീഡിപ്പിച്ച് ഇല്ലാതാക്കി തീർന്നു. അപ്പൊ അതിനെതിരെ ശക്തമായി തുക ചലിപ്പിക്കുവാൻ നമ്മുടെ എഴുത്തുകാർ മുമ്പോട്ട് വരണം എന്ന് അന്ന് സാർ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പലതും ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലാണ് ഒരു സന്ദർഭം ഉണ്ടാകുന്നത്. ഞാൻ പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു. തിരുവനന്തപുരത്ത് ഒരു അനാഥ ബാലിക, 3 വയസ്സുള്ള അനാഥ ബാലിക, പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭിക്ഷാടനം എടുത്തതിനു ശേഷം കടത്തിനിടെ വരാതിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന ആ ബാലികയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്നതിന് ശേഷം ഒരു കാറ്റിലെറിഞ്ഞ ഒരു വ്യക്തി നമ്മുടെ ദൈവത്തിന് സ്വന്തം നാട്ടിലെ ഒരു പുന്നാര മകനായിരുന്നു. അതുപോലെ തന്നെ പൊന്നുച്ചാമി എന്ന് പറയുന്ന ഒറ്റ കയ്യൻ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് ഗോവിന്ദച്ചാമി അങ്ങനെ സ്വാമി നമ്മൾ നഷ്ടപ്പെട്ടു. നമുക്കറിയാം, ഇതിനെതിരെ ശക്തമായി ഞാൻ പ്രതികരിച്ചു. അങ്ങനെ എഴുതിയ ഒരു കവിതയാണ് പീഡനഭൂമി. അമ്മയല്ലാതെ ദൈവമുണ്ടോ, അതിലും വലിയ ഗോകുലുണ്ടോ എന്ന് ശ്രീകുമാരൻ തമ്പിസാർ പറഞ്ഞു. ആ അമ്മയെ, ആ പുത്രിയെ, പൗത്രിയെ ഇന്ന് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായി തൂലികൽപ്പിക്കുവാൻ എല്ലാ എഴുത്തുകാരും മുമ്പോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ തീർപ്പിച്ചില്ല. എനിക്ക് ഈ അവാർഡ് തന്ന ജയ്ഹിന്ദ് വാർത്തകൾ അതിന്റെ പ്രതിനിധികളോട് നിശ്ചിതമായ എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം, നന്ദി. I would like to invite Sri Sujit Nair for the felicitation. വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പുരസ്കാര ജേതാക്കളെ, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ എൻ്റെ മേഖല പത്രപ്രവർത്തനമാണ്. പത്രപ്രവർത്തനവും സർഗാത്മക സാഹിത്യവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ സർഗാത്മക സാഹിത്യത്തെക്കാൾ ഒരു പടി താഴെ നിൽക്കുന്ന ഒന്നാണ് പത്രപ്രവർത്തനം. അങ്ങനെയിരിക്കെ ഇങ്ങനെ ഒരു ചടങ്ങിന് ഞാൻ പല ചടങ്ങുകളും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒരു സാഹിത്യ പുരസ്കാരം അവാർഡ് സമ്മാനിക്കാൻ അവസരം കിട്ടിയത് ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചടങ്ങിന് അവസരം കിട്ടിയതിലുള്ള നന്ദി ആദ്യം തന്നെ ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികളെ അറിയിക്കുകയാണ്. ഒപ്പം പുരസ്കാര ജേതാക്കളെ ആദ്യം തന്നെ അനുമോദിക്കുകയും ചെയ്യുകയാണ്. ഞങ്ങൾ പത്രക്കാർക്കിടയിൽ ഒരു വർത്തമാനമുണ്ട്. 100 പത്രക്കാരെടുത്താൽ 99 പേരും പഴയ കഥാകൃത്തുക്കളായിരിക്കും. അതായത് ഞങ്ങൾ പരാജയപ്പെട്ട ഇടത്ത് ഇപ്പോഴും വിജയിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതാനും പേരെയാണ് ഇവിടെ നമ്മൾ ആദരിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഞാനും ഒക്കെ പണ്ട് കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്, സമ്മാനങ്ങൾക്കൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നടക്കാതെ പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒടുവിൽ വന്ന എഴുത്തും വായനയൊക്കെയായി ബന്ധപ്പെട്ട ഒരു മേഖല എന്നുള്ള നിലയിൽ ഈ പത്രപ്രവർത്തന രംഗത്തെത്തി അതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇവിടെ ഈ അവാർഡിന് അർഹനായവരെ അവരുടെ മനസ്സിലുള്ള എഴുത്തും വായനയും കഥയും സാഹിത്യവും ഒക്കെ അതൊരു പാഷൻ പോലെ കൊണ്ട് നടന്ന് അത് ഒരിക്കലും കൈവിടാതെ അതൊരു മനസ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു മനസ്സിൻ്റെ ഒരു ഭാഗമായി കൊണ്ട് നടന്ന് അത് ശരിക്കും നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളൊക്കെ ഇത് വിട്ടു, കുറച്ച് കഴിയുമ്പോൾ എഴുതി ശ്രമിച്ചു, പരാജയപ്പെട്ടു. പിന്നെ നമ്മൾ പത്രപ്രവർത്തനം തുടങ്ങി. നമ്മളിപ്പോൾ ഉമ്മൻചാണ്ടിയെ കുറിച്ച് എഴുതുന്നു, അച്യുതാനന്ദനെ കുറിച്ച് എഴുതുന്നു. ഇതൊക്കെ എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് ഒരു വലിയ ഇതാണ്. എന്ന് വെച്ചാൽ പത്രം നിങ്ങൾക്കറിയാം, ഒരു ദിവസത്തെ പത്രം പിറ്റേ ദിവസത്തെ വേസ്റ്റാണ്. അതാണ് സത്യമാണ്. പക്ഷേ ഒരു ബുക്ക് അങ്ങനെയല്ല, അതെല്ലാ കാലവും നിലനിൽക്കുന്ന ഒന്നാണ്. പത്രപ്രവർത്തനം എന്താണ് ചെയ്യുന്നത്? പത്രപ്രവർത്തകൻ സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം എഴുതുന്നു. അതേസമയം സാഹിത്യകാരൻ ചെയ്യുന്നത് മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള വലിയ സത്യങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇത് തമ്മിലുള്ള വലിയ അന്തരമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഏതാനും കാര്യങ്ങൾ നന്ദുമാസാറിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ എനിക്കൊന്ന് എൻ്റെ അച്ഛൻ്റെ പ്രായം ഒരുപക്ഷെ ഉണ്ടാവാനിടയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ ആ ഒരു ഏജിലും അദ്ദേഹം ഈ ഒരു തുടരുകയാണ്. അതിനുള്ള ഒരു എന്താ പറയുക മതിപ്പും ആദരവും ബഹുമാനവും ഒക്കെ ഈ പുരസ്കാര ജേതാക്കളോട് ആദ്യം തന്നെ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് കാണുന്നത്
നമ്മുടെ കേരളത്തിൽ ഈ ഭാഷയോടും സംസ്കാരത്തോടും ഒക്കെയുള്ള താല്പര്യവും ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണത്. ഞാൻ സത്യം പറയുകയാണ്, എൻ്റെ 2 കുട്ടികൾ പഠിക്കുന്നത് കേന്ദ്രീയ വിദ്യാലയത്തിലാണ്. അവിടെ മലയാളമില്ല. അവിടെ മലയാളം പഠിപ്പിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഈ അങ്ങനെ ഒരു രീതിയിലേക്കാണ് നമ്മുടെ നാട് മാറുന്നത്. ഒരു മലയാളം പഠിപ്പിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയൊന്നും അവിടെ അങ്ങനെ ഈ വീട്ടിൽ നിൽക്കുന്ന എനിക്ക് പോലുമില്ല. പല സാഹചര്യങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും ഒക്കെ അങ്ങനെ വന്നതാവാം. പക്ഷെ അതൊക്കെയാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇപ്പോഴും ഇവിടെ അതിനേക്കാൾ അപ്പുറത്ത് മലയാളത്തെയും ഭാഷയെയും മലയാള പത്രപ്രവർത്തകരെയൊക്കെ സ്നേഹിക്കുകയും അവരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുകയും ആ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുകയും ആ മലയാളത്തിൻ്റെ ആ സോള് ഇവിടെ കൊണ്ടു കിടക്കുകയും ചെയ്യുന്ന കുറേ പേരെയാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ. അത് വലിയൊരു സത്കർമ്മമാണ്. ഈ ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഒപ്പമുള്ള മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ ഇവിടെ നടക്കുന്ന ഒരു സത്കർമ്മം തന്നെയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ആദരിക്കാനും എല്ലാവരോടുമുള്ള അനുമോദനങ്ങൾ ഞങ്ങളുടെ കേരളത്തിലെ പത്രപ്രവർത്തക സമൂഹത്തിൻ്റെ പേരിൽ തന്നെ ഞാനിവിടെ അറിയിക്കുകയാണ്. ഈ പുരസ്കാര ജേതാക്കളെ നമ്മൾ കണ്ടു. എല്ലാവരും എന്നെക്കാളും മുതിർന്ന ആളുകളാണ്. അവരിനിയും കൂടുതൽ എഴുതാനും ഒപ്പം പുതിയ പുതുനാമ്പുകളെ നമുക്ക് ഇത്തരം പരിശ്രമങ്ങളിലൂടെ കൂടുതലായി കണ്ടെത്തുവാനൊക്കെ ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിനും ജയ് ഹിന്ദിൻ്റെ സംഘാടകർക്കും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി ഈ അവാർഡ് ജേതാക്കൾക്കും ജയ് ഹിന്ദിൻ്റെ പ്രവർത്തകർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്ന കുറച്ചു പേര് മിസ്സായിട്ടുണ്ട് സ്റ്റേജിൽ. ഞങ്ങളുടെ ബിസിനസ് എഡിറ്റർ ജോർജ് കൊട്ടാരം, അദ്ദേഹം ഇവിടെ ഇത്രയും നേരം ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കാണുന്നില്ല. പിന്നെ ജയശങ്കർ, ബാബു യേശുദാസ്, സുജിത്, എല്ലാവരും വളരെയധികം ആൾക്കാർ സ്റ്റേജിനേക്കാളും കൂടുതൽ ആൾക്കാർ പുറത്തിരിപ്പുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.